സാർ ഫോൺ ചെയ്തോണ്ടിരിക്കുക. വേഗം തന്നെ ഇറങ്ങാൻ പറയാ. നന്നായി ഒന്ന് ആലോചിക്കും മോളെ. തനു, അദ്ദേഹം വീണ്ടും വിളിക്കുന്നു. നീ ഒന്ന് എടുത്ത് സംസാരിക്കേ. പറഞ്ഞില്ലേ പോവില്ലല്ലേ? ശരി, നിന്റെ സാറിന്റെ അടുത്ത് എന്ത് പറയണോ നീ തന്നെ പറഞ്ഞോ. ഇതാ സംസാരിക്കേ. ഞാൻ പറയുന്നത് കേൾക്ക്. സംസാരിക്കേ. തനുജ, തനുജ, സംസാരിക്കേ പ്ലീസ്. തനുജ, തനുജ, ഒന്ന് സംസാരിക്കേ മോളെ പ്ലീസ്. തനുജ. ഹലോ 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 തനുജ, ഞാൻ പറയുന്ന ഒന്ന് സമാധാനമായിട്ട് കേൾക്ക്. നീ എന്ത് കാരണം കൊണ്ടാ വരില്ല എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നിനക്ക് നിന്റെ സ്വപ്നങ്ങളൊന്നും വേണ്ടെന്ന് നിനക്ക് തോന്നിയേക്കാം. നിന്റെ ലക്ഷ്യം നീ മറന്നേക്കാം. നിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേദന എല്ലാം തന്നെ നീ മറന്നേക്കാം. നീ നോക്ക് തനുജ, ഇന്ന് നീ നിന്റെ അമ്മയുടെ വാക്കുകൾ കേൾക്കില്ലായിരിക്കാം. എനിക്കും ഒരുപക്ഷെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലായിരിക്കാം. നിനക്ക് നല്ലത് ചെയ്യാൻ വരുന്നവരെ തന്നെ നീ അനുസരിക്കാതിരിക്കാം. നാളെ എല്ലാവരും എല്ലാം മറന്നേക്കാം. പക്ഷേ ഈ ഒരു കാര്യം ഒരിക്കലും ആർക്കും തന്നെ മറക്കാൻ പറ്റില്ല. ഈ ഒരു ദിവസം ഒരേ ഒരു ചൂട് നീ മുന്നോട്ടെടുത്ത് വച്ചു കഴിഞ്ഞാ എല്ലാ മനസ്സോടെയും ഒരു പ്രാവശ്യം ശ്രമിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു ഡോക്ടർ ആയിരുന്നിരിക്കാമെന്ന്. നിന്റെ മനസ്സ് ജീവിതകാലം മുഴുവനും നിന്നെ വേട്ടയുടെ കാര്യം നീ മറക്കരുത്. ഇനിയൊരു പ്രാവശ്യം കൂടി ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കാം. ലക്ഷ്യം നേടുന്നതുവരെ ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുന്ന ആ തനുജ എവിടെ? ഞാൻ ഉറപ്പായിട്ടും ഡോക്ടർ ആയിരിക്കുമെന്ന് പറയുന്ന ആ തനുജ എവിടെ? പാലക്കാടിലെ ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് പൂനെക്ക് പോയിട്ട് പഠിച്ച് കോഴ്സ് ഫിനിഷ് ചെയ്ത തനുജ എവിടെ? നമ്മുടെ ജീവിതത്തിൽ എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടും, നമ്മളെടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ജീവിതമേ അത് മാറ്റിമറിക്കും. ദേ നോക്ക്, തനുജയെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഈ ലോകം തന്നെ നിന്നെ പറ്റി അറിയണം. അത്രേ ഉള്ളൂ. ഇതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്കുക. നമുക്ക് പോകാം. തനു, വാ മോളെ, നീ ഒട്ടും ടെൻഷൻ ആവണ്ട. നമുക്കിപ്പൊ തന്നെ ഇറങ്ങാം. വാ വാ. ശ്രദ്ധിച്ചിരിക്കണേ. ശരി, സൂക്ഷിച്ചു തന്നെ. ശരി ശരി. എടാ മോനെ, എന്താ ചേച്ചി? ഒന്ന് നിന്നേ. നിന്നെ കണ്ടത് വലിയ കാര്യായി. കൊച്ചിയില് തനുവിന് എക്സാം ഉണ്ട്. വാ നമുക്ക് പോയിട്ട് വരാം. പശുവിനെ പുല്ല് കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? ടൗണിൽ പോയിട്ടേ മരുന്ന് വാങ്ങിച്ചോണ്ട് വരണം. നിനക്ക് കൊച്ചിയൊക്കെ നന്നായി അറിയില്ലേ? നീ വന്ന എനിക്ക് ഹെൽപ്പ് ആവും. മരുന്ന് നിനക്ക് നാളെ വാങ്ങിക്കാലോ. പുല്ല് നിന്റെ ചേട്ടൻ കൊണ്ടുപോയി കൊടുക്കും. വാടാ, പോയിട്ട് വരാം. നീ പോയിട്ട് വാ. ഞാൻ പോയിട്ട് തുണിയെങ്കിലും മാറ്റി വരാം. അതിനൊന്നും സമയമില്ല. നീ ഒന്ന് വേഗം വാ. വേഗം കേറി തനു. ചേട്ടാ, പുല്ലേ പുറത്തിട്ടേക്ക്. ശരി ശരി. ഞാൻ വരില്ലാന്ന് പ്രദീപ് സാറ് വിചാരിക്കുന്നുണ്ടാവും. അവർക്ക് ഫോൺ ചെയ്യോ അമ്മേ? അയ്യോ, ഞാൻ മറന്നുപോയി. ഇതാ, നീ തന്നെ ഫോൺ ചെയ്ത് സംസാരിക്കേ. ഹലോ. ഹലോ സർ, ഞങ്ങൾ വന്നോണ്ടിരിക്കേ സർ. ഗുഡ്, വേഗം വന്നേക്ക്. ഓക്കെ സർ.